നമസ്കാരം. തൃക്കാക്കരയിലെ ഇലക്ഷന്റെ സ്പന്ദനങ്ങളുമായി വീണ്ടും നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ നമ്മുടെ തൃക്കാക്കരയിലെ 34-ാം വാർഡിലെ സാബു ഫ്രാൻസിസിന്റെ വീട്ടിലാണ്. ഇവിടെ ഒരു അത്ഭുത സംഭവങ്ങളാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. മറ്റൊന്നുമല്ല, നാളെയാണ് വോട്ടെണ്ണൽ. എന്നാൽ ഇന്നിവിടെ നാളത്തെ വിജയാഹ്ലാദത്തിനുള്ള കാര്യങ്ങൾ ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ പുറകെ കാണുന്ന ലഡുവിന്റെ കൂമ്പാരമാണ് ഈ കാണുന്നത്. ഇവർ 10,000 ലഡുവാണ് ഇവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ റിസൾട്ടിന് ശേഷം സപ്ലൈ ചെയ്യാൻ പാകത്തിന്. അത്രയും കോൺഫിഡൻസോടുകൂടി, അതുപോലെ തന്നെ പടക്കങ്ങളും അതുപോലെ തന്നെ വാഹനമൊക്കെ റെഡിയായി കിടക്കുകയാണ് നാളെ ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയുള്ള. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാബു ഫ്രാൻസിനോടും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി സാബുവിൻ്റെ ഭാര്യ ഓമന സാബുവാണ്. അപ്പോൾ ഓമന സാബുവിനോട് നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ഇവിടെ നിന്നുള്ള ആ കാഴ്ചകളാണ് നമ്മൾ കൗതുകപ്പെടുത്തുന്നത്. ഓക്കെ. ഇത് ഉദ്ദേശം ഒരു 4,000-ഓളം ലഡുകളാണത്. ഇത് മൊത്തം 10,000 ലഡുകളാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിപ്പോ ഒരു സാബു ഫ്രാൻസിസിന്റെ വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നാളെ ഇവരുടെ വാർഡിലെ വോട്ടർമാർക്ക് കൊടുക്കാനുള്ള, അവരുടെ വീടുകളിൽ കൊടുക്കാനുള്ള, ആ സന്തോഷമായിട്ട് കൊടുക്കാനുള്ള സംഭവമാണ് ഈ കാണുന്നത്. ഇത് അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ഇതാണ്. നമുക്ക് പോവാം, അതിലേക്ക് പോവാം. അതിനു മുമ്പ് ലഡു തൃക്കാക്കര 34-ാം വാർഡിലെ സാബു ഫ്രാൻസിസിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ തലേ ദിവസം കാണുന്ന അത്ഭുത കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ പറഞ്ഞിരുന്നു കൗതുകകരമായ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആ കൗതുക കാഴ്ചകൾ. ഇതാ 10,000 ലഡു തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ സാബു ഫ്രാൻസിസ് നാളെ തന്റെ വിജയം ഉറപ്പാക്കിക്കൊണ്ട് സാബു ഫ്രാൻസിസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒത്തിരി പേര് ഇതിന് പിറകിൽ ഇവരുടെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെയായിട്ടുള്ള ഒത്തിരി പേര് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കോൺഫിഡൻസോടുകൂടി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇത്രയും കോൺഫിഡൻസോടുകൂടി ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം സാബു ഫ്രാൻസിസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഏരിയയിൽ ചെയ്തു കൊടുത്ത വികസന പ്രവർത്തനങ്ങളും എല്ലാം സാബു ഫ്രാൻസിസിനെ തുണയ്ക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. നമുക്ക് അവരിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് ആ കാഴ്ചകൾ ഒന്നുകൂടി കാണാം. അതുപോലെ പുറത്ത് അതുപോലെ കാഴ്ചകളുണ്ട്. പുറത്ത് ഇതാ പടക്കങ്ങൾ, നാളെ പൊട്ടിക്കാനുള്ള പടക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശേഖരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പൂത്തിരി, അതുപോലെ പടക്കങ്ങൾ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാബു ഫ്രാൻസിസിന്റെ വീട്ടിലാണ് സംഭവം. പിന്നെ ഇതാ അവിടെ സാബുവിന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ വാഹനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകാനുള്ള അതാ സ്പീക്കറുകളും മറ്റ് കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സുകളും എല്ലാം വണ്ടിയിൽ. അതെ, ഇത് നാളെ വിജയാഘാതത്തിന് പോകാനുള്ള വണ്ടിയാണ്. അതുപോലെ ഇവിടെ ഫ്ലക്സുകളൊക്കെ തയ്യാറായിട്ടുണ്ട് വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഓക്കെ. ഇവിടെ സാബുവിന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സാബുവിന്റെ വിജയം ഉറപ്പാണോ? തോൽവിയിൽ ഒരു ശതമാനം പോലും സംശയമില്ല. വിജയിക്കുമെന്ന്. എത്ര ഗ്യാങ് ഉണ്ട് നിങ്ങളിവിടെ? സാബുവിന് വലിയൊരു ഗ്യാങ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. എത്ര പേരുണ്ടോ ഉദ്ദേശം? ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു 100-150 ചെറുപ്പക്കാർ തന്നെ ഉണ്ടാവും ഇതിന്റെ ഇടയിൽ. അടിപൊളി. അപ്പൊ നമുക്ക് സാബു ഭാഗത്തുണ്ടല്ലോ, ഞാൻ സാബുവായിട്ടൊന്ന് ഇത് നടത്തട്ടെ. ഓക്കെ, നമുക്ക് സാബുവിനെയും ഓമന സാബുവിനെയും നമുക്ക് സ്ഥാനാർത്ഥിയിലേക്ക് പോവാം. ആദ്യം ഓമന സാബു. നമുക്ക് ഓമന സാബുവിനോടൊന്ന് സംസാരിച്ചിട്ട് ആലോചിക്കാം. ലൈവാണ്, ഒന്ന് സെറ്റ് ചെയ്തേക്കട്ടെ. കാരണം ശബ്ദം ക്ലിയർ വേണം. ശബ്ദം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. 2 ഷെയർ ചെയ്യണം. നമ്മുടെ തൃക്കാക്കരയിൽ നിന്നുള്ള കൗതുക കാഴ്ചയാണ്. എല്ലാവരും ഷെയർ ചെയ്ത് കാണുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം.
ഓക്കെ, ഒന്ന് സൗണ്ട് ചെക്ക് പറഞ്ഞേ. സൗണ്ട് ചെക്ക് പറഞ്ഞേ. ഹലോ, ലൈവിലുള്ള ശ്രദ്ധയ്ക്ക് സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? മോഹന സാബിന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് കരുതുന്നു. എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, ഒന്ന് കമന്റ് ചെയ്ത ഉപകാരം. ഓക്കെ, അവിടെ അകത്ത് ലഡു തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് മോഹന സാബു, എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ അങ്ങോട്ട് വിജയം അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് ജനാധിപത്യത്തിന് ഒരു വിലയില്ല ഇവിടെ? എന്താണ്? ജനങ്ങളാണ് ജനാധിപത്യം. അതിന്റെ വിജയമാണ് ഞങ്ങൾ മുൻകൂറായിട്ട് തന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഈ ലഡുവും ഇതുള്ള ആഘോഷവും. കൂടെയുള്ള ചേട്ടന്മാരെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തായിരിക്കും അതിനുള്ള പിന്നിലുള്ള പ്രചോദനമെന്ന്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. അവരുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ ഇരട്ടി വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അപ്പൊ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇപ്പൊ തലേ ദിവസം തന്നെ വൈകിട്ടോടുകൂടി തന്നെ മുൻകൂട്ടി തയ്യാറാക്കുന്നു 10,000 ലഡു. അതുപോലെ തന്നെ ഈ ഇവിടെ നിങ്ങൾ വിജയം അങ്ങോട്ട് സുനിശ്ചിതമെന്ന് പറയുന്നു. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയാണ്. അവർ തോൽക്കുമെന്ന് ഇത്ര ഉറപ്പാണ്? കാരണം നിങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്ത് ഉറപ്പിന്റെ പുറത്താണ് ചെയ്യുന്നത്? ഇത് ഉറപ്പ് പോലും ഇല്ലാതായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് സാബു ഫ്രാൻസിസ് ഒരു മറ്റുള്ളവരുടെ പിൻബലമോ ഒന്നുമില്ലാതെ ഒരു ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും ജനങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അന്ന് 5 കൊല്ലത്തിന് മുമ്പും ഈ റിസൾട്ടിന് ഒരു തലേ ദിവസം ഇത് തന്നെയായിരുന്നു അവസ്ഥ. പുള്ളിയുടെ ആത്മവിശ്വാസം ധൈര്യം കൊണ്ട് 5000 ലഡു അന്നും ഉണ്ടാക്കി. മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല, എങ്ങനെ വരും. ഇതിലുപോലെ 2 പ്രമുഖ പാർട്ടികളായിരുന്നു അന്ന് നിന്നത്. DCC-യിലെ സേവ്യർ തായങ്കരി, അങ്ങനെ അതേപോലെയുള്ള പ്രമുഖരാണ് അന്ന് നിന്നത്. ആ ആത്മവിശ്വാസത്തിൽ അദ്ദേഹം ഇപ്പം 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി 5 വർഷക്കാലം എന്ത് ചെയ്തു, അവർക്ക് അങ്ങനെയുള്ള ഒരു നന്നായി വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് ഇവരെല്ലാവരും കൂടിയാണ് നമ്മളെ ഇതിനകത്തേക്ക് നിർത്തിയത് തന്നെ. അപ്പൊ അത് അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം നമ്മളെ എങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ച് അറിയാൻ പറ്റും. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അവരുടെ മുഖത്തുള്ള വിജയമാണ് നമ്മളുടെ വിജയവും ഈ ആത്മവിശ്വാസവും. അതാണ് ഈ 10,000 ലഡുവൊക്കെ ഓർഡർ ചെയ്ത് തയ്യാറാക്കിക്കൊണ്ട് പടക്കവും അതുപോലെ തന്നെ ശബ്ദ ഇതും അതുപോലെ പാട്ടും എല്ലാം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾക്ക് അതിനൊരു പുറകിലോട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഭരിച്ചാൽ മതിയോ? ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുള്ളതല്ല. അപ്പൊ ഈ ഒരു കഴിഞ്ഞ പോലെ ഇപ്പൊ സാബുവിന് ചാൻസ് കിട്ടി, അപ്പൊ ഇപ്രാവശ്യം വരാൻ നേരത്തെ ശരിക്കും മാറിയിട്ടല്ലേ വേണ്ടത്? മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി വരണമെന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സാബുവിന്റെ പെങ്ങളെ തന്നെയായിരുന്നു പറഞ്ഞത് ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ. അപ്പൊ അതിൽ നമുക്ക് മുന്നണി സ്ഥാനാർത്ഥിനെ അവര് പരമാവധി നോക്കി, പക്ഷെ തന്നില്ല. തരാതായിരുന്നു ലാസ്റ്റ് നിമിഷം. അത് നിങ്ങൾക്ക് പേപ്പറിൽ നോക്കിയാൽ തന്നെ അറിയും. 34 അമ്പാട് എപ്പോഴും ബ്ലാങ്കായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നിമിഷമായപ്പോഴത്തേന് ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഇതേപോലെ ചേട്ടന്മാരെല്ലാം കൂടി കൂടിയിട്ട് പറഞ്ഞു, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പം പെങ്ങളെക്കാട്ടി കൂടുതൽ ഞങ്ങൾക്ക് അനുയോജ്യമാവുന്നത് വൈഫാണ്. അപ്പം ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വൈഫായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ജനകീയ കൂട്ടായ്മ തന്നെ അവർ 10-100 പേരും കൂടെ കൂട്ടായ്മ തീരുമാനിച്ചു. അങ്ങനെയാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവർ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി ഓൾറെഡി ഇവിടെ ആയത് തന്നെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സാബു ഫ്രാൻസിസ് സ്വതന്ത്രനായിരുന്നു. ഇവിടെ 50-50 വന്ന സമയത്ത് സാബു ഫ്രാൻസിസ് ഇരുമുന്നണികളെയും തുണച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ ഈ പ്രാവശ്യം അതേ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഓമന സാബു ആരെ തുണയ്ക്കും? അത് ഞാൻ മാത്രം തീരുമാനിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സാബുവിന്റെ അഭിപ്രായത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവും എന്നും പറഞ്ഞ് വന്നതല്ല. ഈ കൂട്ടായ്മയാണ്, ഈ ജനകീയ കൂട്ടായ്മയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചിട്ടേ എന്ത് കാര്യവും ചെയ്യുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഞങ്ങൾ എടുക്കില്ല. ഉദ്ദേശം എത്ര വോട്ടിന് ജയിക്കുമെന്നാണ് നിങ്ങളുടെ കണക്കുകൂട്ടല്? ഞങ്ങളുടെ കണക്കുകൂട്ടല് അതൊക്കെ അദ്ദേഹത്തിനാണ് കൂടുതലായി ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. ഞാൻ സാബുവിനോട് ആധികാരികമായി തന്നെ ചോദിക്കാം. അപ്പൊ എന്താണ് ജയിച്ചു വന്നാൽ നമ്മുടെ ഇവിടെ നിങ്ങളുടെ പ്രദേശത്തിനും അതുപോലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്കും എന്ത് ചെയ്യുമെന്നാണ് ഒരു? ഇപ്പൊ ഇവിടെ നമ്മളുടെ ഈ വാർഡിന്റെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു അംഗൻവാടി ഇല്ല. അതായിരിക്കും നമ്മൾ ഫസ്റ്റ് അജണ്ടയിൽ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന സംഭവം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളായിരിക്കും മുന്നായിട്ട് ചെയ്യുന്നത്, മുൻപന്തിയിൽ ചെയ്യുന്നത് അതായിരിക്കും, അംഗൻവാടിയുടേതായിരിക്കും. അപ്പോ നമുക്ക് അകത്തേക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. നമ്മുടെ ലഡു 10,000 ലഡു ഉണ്ടാക്കുന്ന കാഴ്ചകൾ ഒന്നുകൂടി നമുക്ക് കണ്ടിട്ട് വരാം.
ഇതാ ഇവിടെ വീട്ടുകാരും കുടുംബക്കാരും അതുപോലെ ബന്ധുക്കളും ഒക്കെ കൂടി ചേർന്ന് സാബുവിൻ്റെ വീടിൻ്റെ അകത്ത് 10,000 ലഡു ഇവിടെ വിതരണം ചെയ്യാനുള്ള ലഡു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വീണ്ടും കാണുന്നത്. നിങ്ങൾ ഈ ലഡു ഉണ്ടാക്കുന്നത് വെറുതെ ആവോ? ഉറപ്പാണ്? ഇത് അടിപൊളി അടിപൊളി. ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. 37 വാർഡിന്റെ ഈ ജനകീയ കൂട്ടായ്മയുടെ ചെയർമാനാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി മോഹന സാബു. ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഓ വെരി ഗുഡ്. അത്രയും കോൺഫിഡൻസിലാണത്. അപ്പൊ ഇതാ ആ കാഴ്ചകൾ ഇത് റയർ കാഴ്ചയാണ്. അപ്പൊ ഞാനിത് ഒരിക്കൽ കൂടി കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് ഇത് ഇത്തരത്തിലുള്ള കൗതുക കാഴ്ച തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോ അവൈലബിൾ ആയിട്ട് ഇവിടെ മാത്രമേ ഉണ്ടാവും എന്നാണ് വിശ്വാസം. ഇനി നമുക്ക് നേരെ സാബുലേക്ക് പോവാം. ഒന്ന് ഫിക്സ് ചെയ്യട്ടെ, ഒന്ന് ഫിക്സ് ചെയ്യാം. ഒരു സെക്കൻഡ്, എല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്യണം. ലൈവ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലാഗ് സാബുവിനോട് നമുക്ക് സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലെ? കമന്റ് ചെയ്യണം. സാബുവിനോട് നമുക്ക് വിശദമായിട്ട് ഇത് ചോദിക്കാം. അതിന് മുമ്പ് ക്യാമറ ഒന്ന് ഫിക്സ് ചെയ്തോട്ടെ. സോറി. ഓക്കെ സാബു, എന്താണ് ഇവിടെ വിജയം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു? തൃക്കാക്കരക്കാര് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളും ബാക്കിയുള്ള LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളൊക്കെ മണ്ടന്മാരാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 34 വാർഡിലെ ജനങ്ങൾ നല്ല ബോധത്തോടു കൂടിയാണ് 10-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടർമാരും നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ആ പോളിംഗ് ബൂത്തിൽ നമുക്ക് തുടങ്ങിയ ആ സമയം മുതൽ അറിയാം. എപ്പോഴും ആ ഒരു നീണ്ട ക്യൂ തന്നെയാണ്. അവസാന 6 മണി വരെയും ആ നീണ്ട ക്യൂ തന്നെയായിരുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക്, അത് മറ്റുള്ള വാർഡുകൾ അല്ലെങ്കിൽ തൃക്കാക്കര നഗരസഭയിലുള്ള മറ്റുള്ള വാർഡുകൾക്ക് ഏറ്റവും ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പോൾ ഈ വിജയം ഇവിടെ കോൺഗ്രസ് ആണ് മുഖ്യ എതിരാളി വരുന്നത്. അതുപോലെ തന്നെ LDFും പ്രഷർ കുക്കറും എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇത്രയും ഇതിന്റെ ഇടയിലും സാബു ജയിക്കുമെന്ന് അങ്ങോട്ട് തറപ്പിച്ച് കരുതിക്കൊണ്ട് സംഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 10,000 ലഡു തയ്യാറാക്കുന്നു, പടക്കവും അതുപോലെ വാഹനങ്ങളും പാട്ടും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് താങ്കളുടെ ഈ കാൽക്കുലേഷൻ പാളു എന്നുള്ള ഒരു ആശങ്കയുണ്ടോ? ഇല്ല. കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പ് ഞാനൊന്നും എൻ്റെ വാർഡിലുള്ള പകുതി പേരും എന്നെ അറിയാത്തവരായിരുന്നു. പക്ഷേ എൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഈ പകുതി പേർക്കും അറിയാവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തെയും എല്ലാവരെയും സപ്പോർട്ടും ഇവിടെ 3 മുന്നണികൾ അന്നും ഉണ്ടായിരുന്നു. ആ 3 മുന്നണിയും തോൽപ്പിച്ചുകൊണ്ടാണ് അന്ന് 54 വോട്ടിന് ഞാൻ ജയിച്ചു വന്നത് തന്നെ. ആ ജയിച്ചു വന്നതിന് തന്നെ ഈ 5 കൊല്ലം എൻ്റെ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും, എല്ലാ ജനങ്ങൾക്കും, മറ്റുള്ള വാർഡുകൾക്കും ഞാൻ ചെയ്തേക്കണ എന്താണ് കാര്യങ്ങളെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നഗരസഭയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ മേടിച്ചു കൊടുത്തേക്കണ ഒരു വാർഡ് തന്നെയാണ്. എനിക്ക് 100% പറയാവുന്നതാണ്. ഓ ഓ ഓ. അപ്പൊ താങ്കൾ ഈ ഇവിടുത്തെ ഉദ്ദേശം എത്ര വോട്ടുണ്ടായിരുന്നു ഇവിടെ? 1542 വോട്ടാണ് ഉണ്ടായിരുന്നത്. അത് പോൾ ചെയ്യപ്പെട്ടത് 1232. 1232. എങ്കിൽ പച്ചക്ക് ചോദിക്കാണ്, എത്ര വോട്ട് താങ്കൾക്ക് കിട്ടും? എനിക്ക് എന്റെ ഭാര്യക്ക് ഏറ്റവും കുറഞ്ഞത് 900 വോട്ട് ലഭിക്കും. 900 വോട്ട് ലഭിക്കും. ബാക്കിയുള്ളത് ഈ 1200 അപ്പുറത്ത് പോകുന്നു. അത് എന്നോട് പലവരും അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ ചങ്ക് പോലെ പറഞ്ഞ ആ വോട്ടാണെങ്കിൽ 1000-ന് മുകളിൽ എനിക്ക് കിട്ടുമെന്ന് തറപ്പിച്ച് പറയുന്നു. ആ കാൽക്കുലേഷൻ കഴിഞ്ഞ പ്രാവശ്യം പാളിയുണ്ടോ? ഇല്ല. ഞാൻ എനിക്ക് ഇത്ര വോട്ട് കിട്ടുമെന്ന് ഞാനൊരു ഓൾ മെസ്സേജ് ഇട്ട അന്നത്തെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. എനിക്ക് ഏറ്റവും കുറഞ്ഞാൽ 350, കൂടിയാൽ 400. പക്ഷെ എനിക്ക് കിട്ടിയത് 354 വോട്ട് കിട്ടിയായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ തന്നെ 5000 ലഡു ഉണ്ടാക്കി വെച്ച 5000 ലഡു ഉണ്ടാക്കിയിരുന്നു. ഇപ്രാവശ്യം 10,000 എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ വാർഡിൽ. അതുപോലെ തന്നെ മറ്റുള്ള വാർഡുകളുടെ എൻ്റെ സൈഡ് തന്നെ കിട്ടിയില്ല എന്നൊരു പരക്കെ ഒരു ആക്ഷേപം വന്നു. അപ്പം അതെല്ലാം തിരുത്തുവാനും പിന്നെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ നഗരസഭയിൽ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് അവരൊക്കെ 5 കൊല്ലം നമ്മൾ അവരോട് നന്ദിയോടെ ഓർക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വാർഡിൽ നിന്ന് ആര് ചെന്നാലും അവർ സാബുവിൻ്റെ വാർഡെന്ന് പറയുമ്പോൾ അവർക്ക് അവരോട് നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ തന്നെ നമ്മുടെ മറ്റുള്ളവരോടും അവർക്ക് ഒരു 34-ാം വാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥർക്ക് തന്നെ എന്നോടൊരു പ്രത്യേക ഒരു താല്പര്യമായിരുന്നു ഈ പറഞ്ഞത്. സാബു അങ്ങനൊരു വൈസ്
വൈസ് ചെയർമാനായിട്ട് ആവാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അന്ന് മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചകളും വന്നു. അതുപോലെ നാസറിന്റെ ചില പരാതികൾ ഉണ്ടായിരുന്നു. താങ്കൾ മാറി കൊടുക്കുന്നില്ല, നാസറിന് വേണ്ടി മാറി കൊടുക്കാമെന്നൊരു ടൈംസ് ഉണ്ടാക്കിയിട്ട് വേണ്ട വിധത്തിൽ മാറി കൊടുത്തില്ല എന്ന് പറഞ്ഞ് നാസർ പിന്നീട് പരാതിയൊക്കെ ആയിട്ട് വരികയും കോടതിയിൽ വരെ പോയി എന്നൊക്കെ ഉള്ളതാണ് അറിവ്. അപ്പോൾ എന്തായിരുന്നു, അതൊരു അനീതിയല്ലേ സാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് സംഭവിച്ചത്? അതെന്തായിരുന്നു ശരിക്കും? LDFന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്ക് എനിക്ക് വൈസ് ചെയർമാൻ എന്നുള്ളത് ആണ് അന്ന് തീരുമാനിച്ച ഒരു എഗ്രിമെന്റ് തന്നെ വെച്ചത്. അല്ല, പകുതി പകുതി ഇല്ല അന്ന് 5 കൊല്ലത്തെ സക്കീർ സഖാവ് ഉണ്ടായിരുന്നു, ജയേന്ദ്രൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കാക്കനാട് ഇപ്പോൾ നമ്മുടെ പേര് പറയാൻ തന്നെ ഓർക്കുന്നില്ല. പക്ഷേ അവരെല്ലാം എഗ്രിമെന്റ് കോപ്പി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. 5 കൊല്ലത്തേക്കാണ് എനിക്ക് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ വൈസ് ചെയർമാൻ സ്ഥാനം പറഞ്ഞെങ്കിലും ഞാൻ നാസറിക്കാനോട് പേഴ്സണലി ഞങ്ങൾ സ്ഥാനം ഏറ്റു കഴിഞ്ഞപ്പോൾ 1 കൊല്ലം അവസാനത്തെ ഒരു ടൈം കൊടുത്തേക്കാം എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടാണ് നാസറിക്കാനോട് പറഞ്ഞു തരുമല്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നാസറിക്ക പറഞ്ഞത് എനിക്കൊരു ടൈം തരണമെന്നുള്ളത്. പക്ഷേ എന്നോട് പാർട്ടി നേതൃത്വം എന്നോട് സംസാരിച്ചവരാരും ഇതിൻ്റെ അകത്ത് ഒരു ചർച്ചയിലും ഇങ്ങനൊന്നും തൽക്കാലം നീ മാറിക്കൊടുക്ക് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് നിഷാദിക്കുകയും അതുപോലെ തന്നെ ജിജോയും എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷെ എന്നോട് നേതൃത്വം അങ്ങനെ ഒരു ചർച്ചയിലോട്ട് വന്നില്ലായിരുന്നു. പിന്നെ സാബു ബേസിക്കലി പണ്ട് മുതൽ ഒരു കോൺഗ്രസ്സുകാരനാണെന്നാണ് എന്റെ അറിവ്. അതുപോലെ കോൺഗ്രസ് സീറ്റ് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അതെ. പിന്നീട് സാബുവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് അന്ന് കൊണ്ടെത്തിച്ച ഘടകം എന്തായിരുന്നു ശരിക്കും? ഇപ്പോൾ നമ്മുടെ KPC പ്രസിഡന്റ് പറയുന്ന പോസ്റ്റർ ഒട്ടിക്കണവൻ ആ വാർഡിൽ എല്ലാവർക്കും യോജനയാണെങ്കിൽ അവന് സീറ്റ് കൊടുക്കണമെന്നാണ് KPC പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാം മാനദണ്ഡങ്ങൾ മാറ്റി വാർഡിൽ പേര് വരാത്ത ആളുടെ പേരാണ് ഇവിടെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിത്വം വന്നേക്കുന്നത്. ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ DCC സെക്രട്ടറി. സ്വന്തം അവിടുത്തെ വാർഡിൽ പേര് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാന നിമിഷത്തിൽ വന്നപ്പോൾ സേവർ താങ്കളുടെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി നിർണയം വന്നിരിക്കുന്നത് തന്നെ. അപ്പം പ്രവർത്തിക്കുന്നവന് അംഗീകാരം കൊടുക്കുന്നില്ല, അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. അവരുടെ ഒരു പ്രതിഷേധമാണ് ഇന്ന് കാണുന്ന 6 സ്വതന്ത്രന്മാർ. ഈ 6 സ്വതന്ത്രന്മാരിൽ താങ്കളും വിടുന്നില്ല? അതെ, 6 സ്വതന്ത്രന്മാർ. ഈ സ്വതന്ത്രന്മാർ തൃക്കാക്കര നഗരസഭ ഈ പ്രാവശ്യം ഒരു നിർണായക പങ്കായിരിക്കും അവർക്കൊക്കെ വഹിക്കേണ്ട. അവര് വിധി പറയേണ്ട ഒരു ഗതികേടിലേക്ക് വരും എന്നൊക്കെ പുറത്തുനിന്ന് 100% സ്വതന്ത്രന്മാർ നിർണ്ണയിക്കേണ്ടി വരും. താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഏത് സാധ്യതയുള്ള സ്വതന്ത്രന്മാരോ എന്ന് പറയാൻ കഴിയും? താങ്കളുടെ ഭാര്യ താങ്കൾ കൽപ്പിച്ചു പറയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ 39-ാം വാർഡിൽ മത്സരിക്കുന്ന ഖാദർ കുഞ്ഞ് ജയിക്കാൻ 100% ചാൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ ചെമ്പുമുക്കിലെ ഷാജി പ്ലാശ്ശേരി, സേവർ തായങ്കേരി നിർണായകമാണ്. കാക്കനാടിനെ സംബന്ധിച്ച് തൃക്കാക്കരയെ സംബന്ധിച്ച് വളരെ സീനിയർ ആയിട്ടുള്ള കാരണം പറയാന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ അവിടുത്തെ 31 അംഗ എൻ്റെ വീട്ടിൽ രാത്രി 11 മണിയായപ്പോൾ വരികയുണ്ടായി. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പുമുക്കില്. ഇപ്പോൾ ഞാൻ പോയില്ല. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യയോടെ മത്സരിക്കുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് ഇതെന്തോ വലിയ സംഭവമാണെന്ന് ഓർക്കും. മനസ്സിലായോ? ഇവിടെ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചൊക്കെ അറിയാം, ശരി. എങ്കിലും അവിടെ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മത്സരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ല, സാബു കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ ഈ ടൈം കഴിഞ്ഞതിന് ശേഷം ഈ ടൈമിൽ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 2 കൊല്ലത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ DCC ഓഫീസിൽ വെച്ച് വിനോദേട്ടൻ, അതുപോലെ തന്നെ ഷാജി വാഴക്കാല, DCC വൈസ് പ്രസിഡന്റ് അടക്കം സംസാരിച്ചതാണ്. എന്നെ ചർച്ച ചെയ്ത് എഗ്രിമെന്റ് വെച്ച അടിസ്ഥാനത്തിലാണ് എന്നെ പാർട്ടിയിൽ തിരിച്ചെടുത്തത്. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാരായ സേവർ തായങ്കേരി, മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മനാഫ്, ഇവരടക്കം എന്നെ പാർട്ടിയിൽ എടുത്തിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥി തീരുമാനം നമ്മൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് വന്നപ്പോൾ പിറ്റേന്ന പത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വിമതന്മാരെ എല്ലാവരെയും പുറത്താക്കി എന്ന് പറഞ്ഞു. ഈ 34-ാം വാർഡിൽ എനിക്ക് സീറ്റ് തന്നെന്ന് ഇവർ MLA അടക്കം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ, പക്ഷേ വാർഡ് കമ്മിറ്റിയിൽ പോലും എന്നെ വിളിച്ചില്ല. അപ്പം എങ്ങനെ സീറ്റ് തരുമെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് ഈ സീറ്റ് ഇവിടെ മാറ്റി വെച്ചതെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? 34-ാം വാർഡിൽ വാർഡ് കമ്മിറ്റിയിൽ ഞങ്ങൾ നമ്മുടെ കൂടെയുള്ളവരെയും കൂട്ടി പോയി ഞങ്ങൾ ചെന്നാണ് കമ്മിറ്റിയിൽ ഒച്ചപ്പാടുണ്ടായി. മണ്ഡലം പ്രസിഡന്റാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് പറഞ്ഞാൽ അവർ കോൺഗ്രസ് പ്രവർത്തകരാണ്, അവരിരിക്കാൻ സമ്മതിക്കണമെന്നുള്ളത്. സാബുവിനെ പാർട്ടിയിൽ തിരിച്ചെടുത്തുള്ളതെന്ന് ശക്തമായിട്ട് പറഞ്ഞാണ് മണ്ഡലം പ്രസിഡന്റ്.
അപ്പോൾ നൗഷാദ് നമ്മുടെ പ്രസിഡന്റ് നൗഷാദ് പല്ലച്ചിക്ക പറഞ്ഞിരിക്കും പറഞ്ഞാൽ ശാന്തമായിട്ടിരിക്കും, കമ്മിറ്റി കൂടണം എന്ന് പറഞ്ഞാൽ കമ്മിറ്റി കൂടിയ അടിസ്ഥാനത്തിലാണ് അവിടെ പേരുകൾ നിർദ്ദേശത്തിൽ എൻ്റെ പെങ്ങളുടെ പേരും പോയി, അതുപോലെ തന്നെ ഭാര്യയുടെ പേരും പോയത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ 101 അംഗ കമ്മിറ്റി തന്നെയുണ്ട് എനിക്ക്. ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരോടും ചോദിച്ചാണ് നമ്മുടെ ഭാര്യമാർ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും നിങ്ങൾക്ക് നിർത്താൻ താല്പര്യമുണ്ടോ എന്ന് എടുത്തു ചോദിച്ച ഒരാളാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ആരും മത്സരിക്കാനില്ല എന്ന പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പെങ്ങളെ തന്നെ തീരുമാനിച്ചതായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അത് പല എതിർപ്പുകൾ വന്നു. ആ എതിർപ്പുകൾ വന്നപ്പോൾ നമുക്ക് സീറ്റ് കിട്ടില്ല എന്നറിഞ്ഞത് ഞായറാഴ്ചയാണ്. ഈ സീറ്റുകൾ തീരുമാനത്തിന് വന്നാൽ 2 ദിവസം ഉള്ളപ്പോഴാണ് ഞായറാഴ്ച 7 മണിയായപ്പോഴും നമ്മുടെ കാര്യം പെൻഡിങ്ങിൽ വെച്ചേക്കുന്നതാണ്, ചർച്ച തീർന്നിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളോട് ചോദിക്കുന്നതായിരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങളാരും ഉണ്ടാവില്ല, ഇതിൻ്റെ അകത്തൊരു തീരുമാനം ഇന്ന് അറിയണമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ റൗണ്ട് രാവിലത്തെ 5 മണിക്ക് ചർച്ചയിൽ വൈകുന്നേരത്തെ ചർച്ചയിൽ തീരുമാനം വന്നിരിക്കുന്നത് ചർച്ച അലസി വീണ്ടും രാത്രിക്ക് വെച്ചേക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ അപ്പോൾ മനസ്സിലാക്കുന്നത് അണികളുണ്ടെങ്കിലേ നേതാവുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു എനിക്ക് ഇനി ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നിങ്ങൾ കമ്മിറ്റി ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് അന്ന് 89 പേരടങ്ങുന്ന കമ്മിറ്റി വിളിക്കുകയും ആ കമ്മിറ്റി തീരുമാനം പെങ്ങൾ പറ്റില്ല, സാബുവിൻ്റെ ഭാര്യ വേണമെന്ന് അവരാണ് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. ആ നിർദ്ദേശം ഞാൻ പറഞ്ഞ് ഭാര്യ ഇതുവരെ സമ്മതം തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടിയാണ് നമ്മുടെ ഭാര്യയെ വീട്ടിൽ വന്ന് സമ്മതിപ്പിച്ച് ആ കമ്മിറ്റിയിൽ വന്ന് ഇതാണ് സ്ഥാനാർത്ഥി, ഇനി ഇതിനകത്തൊരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ച് പാസ്സാക്കിയായിരിക്കും പറഞ്ഞു. അല്ല, അതിനുശേഷം താങ്കളുടെ അടുത്ത് ഒരു കോംപ്രമൈസുമായിട്ട് രാത്രി ഒരു 11 മണിയായപ്പോൾ ഏകദേശം മണ്ഡലം പ്രസിഡന്റ് വിളിച്ചു, റാഷിദിക്ക വിളിച്ചു, MLA വിളിച്ചു, IB ഇടം വിളിച്ചു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ 101 കമ്മിറ്റി നമ്മൾ അതിൻ്റെ അകത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇതിൻ്റെ അകത്ത് തീരുമാനമായി. എനിക്ക് അവർ പറയണതല്ലാണ്ട് ഞാനല്ല മത്സരിക്കുന്നത്, എൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തീരുമാനമെടുത്ത് ഇനി സ്വതന്ത്രനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, പിന്തുണ തന്നാൽ സ്വീകരിക്കും, അല്ലാത്ത വേറൊരു പോംവഴി ഇല്ല എന്ന് IBയോട് പറയുകയും ചെയ്തിരിക്കും പറഞ്ഞു. ഞാൻ വിഷമത്തോടു കൂടി തന്നെ പറയേണ്ടി വന്നതായിരിക്കും പറഞ്ഞ കാര്യം. മത്സരിക്കുന്നത് ഞാനല്ല, അവരെ വെറുപ്പിച്ചുകൊണ്ട് നിന്നാൽ എനിക്ക് അണികളുണ്ടാവില്ല. അപ്പോൾ അവർ എന്നെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ കൂടെ നിന്നത്, കമ്മിറ്റി തീരുമാനം എടുത്തത്. അപ്പോൾ അവസാന നിമിഷത്തിൽ വീണ്ടും വന്നപ്പോൾ നമുക്ക് ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ഓമന സാബു വിജയിക്കുകയും അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 50-50 കളിയിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും സാബുവിന്റെ നിലപാട്? ഇപ്പൊ ഇതിനകത്ത് ഒരു ജനകീയ മുന്നണി എന്ന് പറഞ്ഞ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് എല്ലാ പാർട്ടിക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM, കോൺഗ്രസ്, അതുപോലെ തന്നെ മറ്റുള്ള ജാതി മതം ഇല്ലാതെ എല്ലാവരും നമ്മളോട് പ്രളയത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കൊറോണ വന്ന സമയത്തൊക്കെ എല്ലാ വീടുകളിലും ഏകദേശം 70% വീടുകളിൽ 1000-900 കിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഓരോ പ്ലാത്തിലുണ്ടാവുന്ന ചക്കകൾ ഞാൻ തന്നെയാണ് കയറി ഇട്ട് പല വീടുകളിലും കൊണ്ടുപോയി നമ്മൾ 400 ചക്കകളോളം നമ്മുടെ വീടുകളിൽ നമ്മുടെ വാർഡുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാങ്ങ, ചാമ്പക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് മരുന്ന് അവർക്ക് അന്ന് ഇവിടെ ഡോക്ടർമാർ വരാൻ പറ്റുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ മാസങ്ങളായിട്ട് കൊണ്ടുവന്ന് നമ്മൾ വീടുകളിൽ കൊണ്ടുവന്ന് ബുക്ക് മേടിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിച്ച് തിരിച്ച് എല്ലാ വീടുകളിലും അന്ന് വൈകുന്നേരം തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രായമായവർക്കുള്ളൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകണം എന്നുള്ളത്. അത് ഫിലോമിന എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഈ ആശയം പറഞ്ഞാൽ നമുക്കറിയാം. ഇന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരാൾക്ക് വരുന്ന ചിലവ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചത് 2500 രൂപയാണ് അന്ന് മേടിച്ചത്. ബാക്കി വന്നത് 5300 രൂപയായിരുന്നു. അന്നത്തെ 5350 രൂപയായിരുന്നു ഒരാൾക്കുള്ള സീറ്റിന്. അന്ന് 27 പേരുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി പൈസ കൊടുത്തത് നമ്മുടെ വാർഡിൽ നിന്ന് തന്നെ നമുക്ക് പലരും സ്പോൺസർ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊണ്ടുപോയത്. ഇവിടുന്ന് നമ്മുടെ 2 ടെമ്പോ ട്രാവലർ ഇവിടുന്ന് വിളിച്ച് അതിൽ തന്നെ കൊണ്ടുപോയി കൊച്ചിൻ എയർപോർട്ടിൽ കൊണ്ട് ഇടുകയും അവിടെ നിന്ന് വണ്ടി ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോവുകയും അവിടെ അതുപോലെ തന്നെ 2 നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ഏജൻസി അവർ തന്നെ അവിടെ 2 ട്രാവലർ ഏൽപ്പിച്ച് തരികയും ചെയ്തു. അവിടെയാണ് നമ്മൾ 6 സ്ഥലത്തോളം ബാംഗ്ലൂർ കറങ്ങിയിരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് തിരിച്ച് നമ്മളിവിടെ 10:30 ആയപ്പോഴത്തേക്കും തിരിച്ച് എത്തുകയും ചെയ്തത്. ഇപ്പോൾ സാബുവിനോട് സാധാരണഗതിയിൽ വീണ്ടും ഈ തുടർ ഭരണം അല്ലെങ്കിൽ വീണ്ടും അധികാരം എന്നുള്ളൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വിമർശനങ്ങളിൽ ആളുകൾ ചോദിക്കാറുണ്ടോ? ഈ നല്ല പൈസ ഉണ്ടാക്കണ്ടല്ലേ, അപ്പോൾ വീണ്ടും ഇനിയും കടിച്ചു തൂങ്ങി ആ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലേ എന്നുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങൾ സാബുവിന് നേരെ ഇന്ന് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു കൗൺസിലർ എന്ന നിലക്കും ഞാൻ വൈസ് ചെയർമാൻ എന്ന നിലക്കും നമുക്കറിയാം തൃക്കാക്കര നഗരസഭയിൽ 178ഓളം കോൺട്രാക്ടർമാരുണ്ട്. ഇന്നും അവർ നമ്മൾ ഇരുന്ന സ്ഥലത്ത് ഒരു അന്യായമായിട്ട് ഒരാളുടെ നിന്ന് മേടിച്ചെന്ന് പറയാനുള്ളൊരു ധൈര്യം അവർക്കില്ലായിരിക്കും പറഞ്ഞാൽ.
കാരണം ഞാൻ പോകുന്ന വഴികൾ കറക്റ്റാണ്. ഞാൻ പുണ്യവാളിലൊന്നുമല്ല ഈ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ വാർഡിൽ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിലും ഈ നമ്മുടെ വർക്ക് ചെയ്യുന്നവരൊക്കെ സഹായിച്ച് നമ്മൾ നമ്മുടെ വാർഡുകളിലും അല്ലാണ്ട് മൊത്തം വേറെ വാർഡുകളിലും നമ്മൾ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും ജീവിക്കുന്നത് വണ്ടി ഓടിച്ചിട്ട് തന്നെയാണ് ഈ പറഞ്ഞാൽ. എനിക്ക് ഇന്നും പറയാം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട് വാടകയാണ്. ഇന്ന് ഞാൻ കൊടുക്കാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തെ വാടക എൻ്റെ ഓണറിന് പെൻഡിങ്ങാണ്. ഇല്ല, ആകെ കിട്ടുന്നത് 7,800 ഇതിൽ ലാഭം കിട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെ വേറെ വേറെ ഇടപാടുകളാണ്, മനസ്സിലായ. പക്ഷെ അത് ഞാനിപ്പോൾ പറയുന്നത് നമ്മളെ പോലുള്ള കൗൺസിലർമാർക്ക് സത്യസന്ധമായിട്ട് ജനങ്ങളെ സേവിക്കാൻ പറ്റും. നമുക്കൊരു തൊഴിലുണ്ടെങ്കിൽ അത് മതിയായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 7,800 ഒന്നിനുമില്ല. പക്ഷേ ഈ സ്വന്തം തൊഴിൽ വേണമെന്നുള്ളതാണ് പറഞ്ഞു. തൊഴിൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ, മിക്കയുടെ കൊച്ചിനെ വരെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. എത്ര കൊല്ലമാണ്? ഞാൻ 16 കൊല്ലമായി സ്കൂൾ റിപ്പോർട്ടിംഗ് നടന്നത്. പക്ഷെ അത് ഇന്നും ഞാൻ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് 1 കൊല്ലമായിട്ടാണ് നമുക്ക് വരുമാനം ഇല്ലാത്തവരും പറഞ്ഞു കഴിഞ്ഞാൽ. ധൈര്യമായിട്ട് ഒരാൾ ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മോശമായിട്ട് പറഞ്ഞ് തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഇതില് വൈകി വന്ന കുറെ വ്യൂവേഴ്സ് നമ്മുടെ ഇപ്പൊ ചാറ്റിൽ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ലൈവില്. അപ്പൊ അവരെ നമുക്ക് ഒരിക്കൽ കൂടി ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വീണ്ടും വരാം. കാരണം 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അവിടെ തന്നെ ഓക്കെ. ഇതാ ലഡു, 4000 ലഡു നാളെ വിതരണം ചെയ്യാനുള്ള ലഡുവാണ്. ഞാൻ ഈ വൈകി വന്ന കൂടി ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. സാബുന്റെ വീട്ടിലാണ്. അതുപോലെ ഇവിടെ അകത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 10,000 ലഡുവാണ് മൊത്തം. അതില് അത്ഭുത കാഴ്ച കാഴ്ച അത് സാബുന്റെ കൂട്ടത്തിലുള്ള വീണ്ടും സാബുലേക്ക് ലൈവാണ്. ലൈവിൻ്റെ ഉള്ളിൽ ആകുണ്ടാവും. അപ്പോൾ സാബു പോയി നമുക്ക് ലൈവ് തുടരാം. അല്പം കൂടി ഈ പ്രാവശ്യം ഇവിടെ താങ്കളുടെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് ഇവിടെ കോൺഗ്രസിന് എത്ര സീറ്റ്, അതുപോലെ എതിർ പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് എന്നാണ് താങ്കളുടെ ഒരു, അതുപോലെ സ്വതന്ത്രം താങ്കളുടെ പോലെ സ്വതന്ത്രന്മാർക്ക് എത്ര സീറ്റ് എന്നും കൂടി പറഞ്ഞു. 43 സീറ്റാണ് ആകുള്ള. എത്ര എണ്ണം UDF, എത്ര എണ്ണം LDF, എത്ര എണ്ണം സ്വതന്ത്രം? ഗസ്സിങ് നമുക്ക് നാളെ രാവിലെ അറിയാം. ഏകദേശം തൃക്കാക്കരയിൽ 4 സ്വതന്ത്രന്മാർ എന്തായാലും നിലവിൽ വരും, ഉറപ്പാണ്. 4 സ്വതന്ത്രന്മാർ വരും. 4 സ്വതന്ത്രന്മാർ വന്നാൽ ജ്ഞാനമേഖലയാവും. വീണ്ടും 4 പേരെന്താണെങ്കിലും വന്നിരിക്കും. അത്രയ്ക്ക് ശക്തമായ പോരാട്ടമാണ് തൃക്കാക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, അപ്പോൾ ഈ LDFന് UDFന് എത്ര സീറ്റ് ഒന്ന് പറഞ്ഞു തെറ്റിക്കോട്ടെ. എന്താണെങ്കിലും ഈ പ്രാവശ്യം ഈക്വൽ തന്നെ വരാനാണ് ചാൻസ്. വീണ്ടും ഈക്വൽ. അതെ അതെ, ടിസ്റ്റോട് ടിസ്റ്റ്. വീണ്ടും സ്വതന്ത്രന്മാരുടെ സഹായം തേടുന്നു. സ്വതന്ത്രന്മാർക്ക് കാല് മാറുന്നു. സീരിയൽ എപ്പിസോഡ് നമ്മൾ ജനങ്ങള് കഷ്ടത്തിൽ തന്നെ സഹായം തേടേണ്ടി വരും. അവര് വീണ്ടും ജനങ്ങള് പെട്ടുപോകില്ലേ? അതാണ് ചോദ്യം. പക്ഷെ ജനങ്ങൾ പെട്ടുപോകുന്ന പറഞ്ഞാൽ തൃക്കാക്കര നഗരസഭയിലെ ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമുക്കറിയാം, പഞ്ചായത്തായിരുന്നപ്പോൾ മുതലുള്ള ആ സ്റ്റാഫാണ്, ആ സ്റ്റാഫ് ലെങ്താണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നഗരസഭയിൽ ഇരിക്കുന്ന സെക്രട്ടറി, അല്ല അതുപോലെ തന്നെ മുൻ AXC, ആ മുൻ AE, സൂപ്രണ്ട്, ഇപ്പോൾ ഇരിക്കുന്ന സൂപ്രണ്ട്, വരുന്നവരെല്ലാവരും ഇവിടുത്തെ ജോലിഭാരം അറിയാവുന്നതാണ്. പക്ഷെ അതൊന്നും അവരും ഗവനിക്കാതെ തന്നെ 8 മണി വരെയും 9 മണി വരെയും ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ തൃക്കാക്കര നഗരസഭയിൽ. ആ ഉദ്യോഗസ്ഥരെ പല രീതിയിലും ആക്ഷേപങ്ങളുണ്ടെങ്കിലും അവർ നമ്മുടെ തൃക്കാക്കര നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും പറഞ്ഞാൽ. പല വ്യാഖ്യാനങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നേരത്തെ ഇരുന്ന ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ട് പോയേക്കണ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കറിയാം. ആക്ഷേപങ്ങൾ പലവർക്കും പറയായിരിക്കും പറഞ്ഞാൽ. പക്ഷേ അതിൽ നമ്മളിരിക്കുന്ന ഒരു കൗൺസിലറും ചെയർമാനായിരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ. ഈ തൃക്കാക്കര നഗരസഭ ഒന്ന് ഈ വരുന്ന പ്രാവശ്യമെങ്കിലും ഒന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ഭരണം വരുമെന്ന് പ്രതീക്ഷിക്കാമോ? സാധാരണക്കാർക്ക് പ്രതീക്ഷിക്കാമോ? സാധാരണക്കാർക്ക് പറഞ്ഞാൽ ഇതൊരു ഞാനുമേൽ കളി വന്നതുകൊണ്ടാണ് ഇതിൽ വന്നൊരു ഏറ്റവും വലിയൊരു വിഷയം. ഇപ്പോൾ 2 കൊല്ലമായപ്പോൾ നാസറിക്ക ഇങ്ങനെ ഒരു ചെറിയൊരു വിഷയം വന്നപ്പോഴാണ് എനിക്ക് സ്വാഭാവികമായിട്ട് അപ്പുറത്തോട്ട് ചാടേണ്ടി വന്നത് തന്നെ പറഞ്ഞാൽ. അപ്പം അത് നമുക്കറിയാം, മറ്റുള്ള ജനങ്ങളിലും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എന്തൊരു ഞാൺമക്കളി വന്നാലും നമ്മുടെ വാർഡിലെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. ഞാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മറ്റുള്ളവർക്കൊരു
ചീത്തപ്പേരുണ്ടാക്കുവാനുള്ള ഒരു അവസരം കൊടുക്കില്ല ഈ പറഞ്ഞ കൊടുക്കില്ല. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ ഈ വാർഡിൽ ഈ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഇത് പറഞ്ഞു, പിന്നെ എന്താണ് വേറെ? നമ്മുടെ വാർഡിൽ എന്ന് പറയുമ്പോൾ 70% നമുക്ക് സാധാരണക്കാരാണ് നമ്മുടെ വാർഡിലുള്ളത് തന്നെ. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്താണെന്നും മറ്റുള്ളവർക്കൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ വാർഡിലല്ല, നമുക്ക് മറ്റുള്ള വാർഡുകളിലും അംഗൻവാടി ഒരു വിഷയമാണ്. നമുക്ക് അംഗൻവാടി പെട്ടെന്ന് ഓടിച്ചെന്ന് മേടിക്കാവുന്ന ഒരു സംഭവമല്ല. നമുക്ക് സർക്കാരിൻ്റെ ഒരു ഫെയർ വാല്യൂ അനുസരിച്ച് ആ ഫെയർ വാല്യൂ അപ്പോൾ ലൈവ് പോസ്റ്ററാണ്, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഡാറ്റ ചെറിയൊരു പ്രശ്നം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാബുവിനെയും കുടുംബത്തെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഈ ആവേശത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. കാരണം ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, കാരണം ഡാറ്റ ലിമിറ്റഡ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ആവേശം നാളെയും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു.